എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജറാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് കൊറിയർ വന്നിട്ടുള്ളതാണ്. ഫ്രം ദശിക, തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. എന്തോ സ്ഥലപ്പേരൊക്കെ ഒരു വല്ലാത്ത പേരാണ്. ഓക്കെ, എന്തായാലും ദശിക എന്ന് പറയുന്ന ആൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജറാണ്. ഇതിൽ പവറൊക്കെ ഓൺ ആവുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് ഓപ്പൺ ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്ത് നോക്കാം എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന്, എന്തുകൊണ്ട് ഔട്ട്പുട്ട് വരാത്തതെന്നൊക്കെ. ഓക്കെ, ആദ്യം നമുക്കൊന്ന് സീരിയൽ കൊടുത്ത് നോക്കാം. ഇത് DC ഔട്ട്പുട്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. സീരിയൽ കൊടുത്ത് നോക്കാം. സീരിയൽ പ്ലഗ് ചെയ്ത് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. മെയിൻ സപ്ലൈ ഓൺ ആയിട്ടുണ്ട്, പക്ഷെ മറ്റ് ഔട്ട്പുട്ടോ ഈ ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്നുള്ളത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് അഴിച്ചു പറക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്, ഇതിനകത്തിരുന്ന ബോർഡ്. അതിനകത്ത് ഈ ഒരു ഡ്രൈവിംഗ് ട്രാൻസിസ്റ്ററൊക്കെ മാറിയതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് മാറിയിട്ടിരിക്കുന്നത് 3904 3906 4 ട്രാൻസിസ്റ്റേഴ്സ് ഇവിടെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരുന്നില്ല എന്നതുകൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ ഇത് കൊറിയർ അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ സെക്ഷൻ ഓക്കെയാണ്. സ്റ്റാൻഡ് ബൈ സെക്ഷനിൽ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ, ഈ ഒരു ട്രാൻസിസ്റ്റർ എനേബിൾ ആവുന്നുണ്ടോ, ഈ IC എനേബിൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു 4 ഇവിടെ ഇപ്പോൾ 2 ട്രാൻസിസ്റ്റർ ചോപ്പേഴ്സ് ഉണ്ടാവും. ഇത് ഡ്രൈവിംഗ് ചോപ്പറുകളാണ്. ഈ 2 ഈ ചെറിയ 2. ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന 2 എണ്ണത്തിൽ ഒരു മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യുന്നതാണ്. അങ്ങനെ 2 മോസ്ഫെറ്റ് ഉണ്ട്, 2 ഡ്രൈവിംഗ് ചോപ്പേഴ്സും ഉണ്ട്. ഈ 2 ഡ്രൈവിംഗ് ചോപ്പറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണത്തിനെ ഡ്രൈവ് ചെയ്യാൻ 2 ട്രാൻസിസ്റ്ററും, ഈ ഒരെണ്ണത്തിനെ ഡ്രൈവ് ചെയ്യാൻ ഈ 2 ട്രാൻസിസ്റ്ററും, പിന്നെ ഈ 2 ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു IC ആണ്. ഇതിൻ്റെ IC എന്ന നമ്പർ എന്ന് പറയുന്നത് KA 3525 എന്ന് പറയുന്ന IC ആണ് ഈ 2 ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാൻഡ് ബൈ സപ്ലൈ വന്ന സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഇത് ആക്റ്റീവ് ആവും. ഈ ഒരു IC KA 3525 എന്നുള്ള IC ആക്റ്റീവ് ആവും. ഈ IC PWM കൺട്രോളർ IC ആണ്. അപ്പോൾ ഈ PWM കൺട്രോളർ IC ആണ് നമുക്ക് ഈ ഒരു 4 ട്രാൻസിസ്റ്ററിനും 2 ഔട്ട് കൊടുക്കുന്നത്. ഈ ഔട്ട് വെച്ചിട്ട് ഈ ഒരു 2 മോസ്ഫെറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്ക് ആദ്യം ഈ IC ഈ 4 ട്രാൻസിസ്റ്ററാണ് നമുക്കിതിൽ ആദ്യമേ ചെക്ക് ചെയ്യാനുള്ളത്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പ്രശ്നം പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ബൈ കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്, മെയിൻ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്ററിൽ
മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടാം. ഇപ്പോൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കിയിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഇപ്പോൾ വോൾട്ടേജ് മോഡിൽ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 12 വോൾട്ട് ഇവിടെ ഉണ്ടാകും നോക്കാം. അപ്പോൾ കറക്റ്റ് 12 വോൾട്ട് ഉണ്ടാവും. ഇതാണ് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ്. ഓക്കെ, ഈ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ഈ ഒരു നമ്മുടെ ഡ്രൈവിംഗ് ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു ലെഗിലുണ്ട്. ഈ രണ്ട് പിന്നെ കണക്ടർ എന്ന് പറയുന്നത് ഇതിനകത്തൊരു തെർമൽ ബ്രേക്കർ ഉണ്ടാവും. ഈ തെർമൽ ബ്രേക്കർ കയറി ഇറങ്ങിയിട്ടാണ് നമുക്കിവിടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൽ 12 വോൾട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ 12 വോൾട്ട് ഉണ്ട്. മെയിൻ ഐ സിയിൽ 12 വോൾട്ട് ഉണ്ട്. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് സൈഡ് നോക്കാം. ഇതിൻ്റെ ഡ്രൈവിംഗ് പിന്നിൽ ഈ സെൻട്രലത്തെ പിന്നാണ് ബേസ്. അപ്പോൾ ബേസിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 2 വോൾട്ട്, 2.5 വരുന്നുണ്ട്. ഇവിടെ 1.3 വരുന്നുണ്ട്. രണ്ടിലും രണ്ട് രീതിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്തോ മിസ്സിങ് ഉണ്ട്. രണ്ടിലും ഒരേ കണക്കുള്ള വോൾട്ടേജ് വരണം. രണ്ട് സെക്ഷനിൽ ഒരു സെക്ഷനിൽ 1.15 വരുന്നുണ്ട്, ഒരു സെക്ഷനിൽ 2.6 വരുന്നുണ്ട്. അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ളൊരു ആൻസറാണ്. ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കും, ഒരു ട്രാൻസിസ്റ്ററിൽ പോസിറ്റീവ് സൈഡായിരിക്കും. അപ്പോൾ ഈ ഐ സിയുടെ ഔട്ട്പുട്ട് ഇപ്പോൾ ഈ ഐ സി ഡിസേബിളായി കിടക്കുകയാണ്, എനേബിൾ ആയിട്ടില്ല. ഓക്കെ, ആദ്യം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇത് എനേബിൾ ആക്കും. എനേബിൾ ആക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വോൾട്ടേജ് മെയിൻ കൺട്രോളർ ഐ സിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് എനേബിളാക്കി നിർത്തുള്ളൂ. ഇപ്പോൾ എനേബിളായിട്ട് ഇത് ഓഫായി കിടക്കുകയാണ്. ഇനി ഇതിൽ നോക്കിയതിൽ ആദ്യം ഇതിൻ്റെ അകത്തുള്ള പവർ മൊത്തം ഒന്ന് അടിച്ചു കളയാം. 2 കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഒന്നും നല്ല രീതിക്കല്ല ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് പണിതിരിക്കുന്ന ആൾ പ്രോപ്പറായിട്ടുള്ള ഒരു സോൾഡറിങ് രീതിയല്ല. ഇവിടുത്തെ പ്രിൻ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊത്തം 4 ട്രാൻസിസ്റ്ററും അഴിച്ചെടുത്തിട്ട് ഇത് പ്രോപ്പറായിട്ട് ആദ്യം ഒന്ന് ഫിറ്റ് ചെയ്യണം. കാര്യം ഇത് നല്ല രീതിക്കല്ല ഇത് ഇതിൻ്റെ ട്രാൻസിസ്റ്റർ വന്നിരിക്കുന്നത്. 3906, 3904. അപ്പോൾ അതിനകത്തുനിന്ന് ഈ ഒരു 3904 എന്നുള്ള ആ ട്രാൻസിസ്റ്റർ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡയോഡ് മോഡൽ ഈ ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൻറ്ററിലത്തെ പിന്നെന്ന് പറയുന്നത് പിന്നെ ബേസാണ്. ഈ ട്രാൻസിസ്റ്റർ ഓക്കെ, നല്ല ട്രാൻസിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതേ കണക്ക് എല്ലാ ട്രാൻസിസ്റ്ററും അഴിച്ചെടുത്ത് അതിൻ്റെ എല്ലാം ഡയോഡ് മോഡിൽ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് വരാം. കാര്യം ഇത് കണ്ടോ, ഈ പ്രിൻ്റെല്ലാം അകത്തുനിന്നും പൊട്ടിയിട്ടുണ്ട്, പുറത്തുനിന്നും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കിട്ടത്തില്ല അതിനകത്ത്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാർജർ ഇപ്പോൾ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു കണ്ടീഷനിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ മോസ്ഫെറ്റ് മാറുന്നത്. ആദ്യത്തെ തവണ ഇതിൻ്റെ മെയിൻ മോസ്ഫെറ്റ് രണ്ടെണ്ണവും ഇത് രണ്ടും നമ്മുടെ ഈ ഒരു സർക്യൂട്ട്, അതായത് ഈ 4 ട്രാൻസിസ്റ്റർ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു കൊടുത്ത് കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സീരിയൽ കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ആ ഔട്ട്പുട്ടിന് കാര്യം സീരിയലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല. കറക്റ്റായിട്ട് ഒരു 66 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ഇത് 67 വോൾട്ടിൻ്റെ ചാർജറാണ്, 10 ആംപിയർ. അപ്പോൾ 66.1 വോൾട്ട് നമുക്ക് സീരിയൽ കൊടുത്തപ്പോൾ കിട്ടി. അങ്ങനെ ഞാനിത് ഡയറക്റ്റ് സപ്ലൈയിൽ കൊടുത്തു. വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, കറക്റ്റ് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കൊടുത്തു, വെയിറ്റ് ചെയ്ത് സ്വിച്ച് ഓണായി. ഈ ഫ്യൂസ് പട്ടയെന്ന് ശബ്ദം കേട്ട് പൊട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഈ 2 മോസ്ഫെറ്റാണ് നമുക്ക്, ഈ 2 മോസ്ഫെറ്റ് അല്ല, ഈ 2 മോസ്ഫെറ്റ് ഇതിൽ ആദ്യം ഇരുന്നത്. ഇത് രണ്ടും ആ സ്പോട്ടിൽ ഇത് കത്തിപ്പോയി. അതിനുശേഷം ഇത് ചെക്ക് ചെയ്ത് രണ്ടാമത് ഞാൻ 2 പുതിയ മോസ്ഫെറ്റ് 2 പുതിയത് 40 ആംപിയറിൻ്റെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിട്ടു, സീരിയൽ കൊടുത്തു, ഓക്കെയാണ്. അന്നേരത്ത് ഇവിടുത്തെ ഈ സെക്ഷനിലുള്ള ട്രാൻസിസ്റ്റർ രണ്ടും ഷോർട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ 2 ട്രാൻസിസ്റ്റർ അതിന് ശേഷം മാറി. പിന്നെ അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഷോർട്ടിങ് വന്നതുകൊണ്ടായിരിക്കാം നമുക്കിത് പോയെന്ന് കരുതിയിട്ട് സീരിയൽ കൊടുത്തു. നോർമൽ പഴയത് കണക്ക് തന്നെ 66.1 വോൾട്ട് കറക്റ്റായിട്ട്
നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. വേറെ ഫങ്ഷനും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ട് ഇതിൻ്റെ ആ ഡിലേ ടൈം കഴിയുമ്പോഴത്തേക്കും ഓഫ് ആവുന്നുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നോർമലാണെന്ന് കരുതി രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ഡയറക്റ്റ് കൊടുത്തു. സ്വിച്ച് ഓൺ ചെയ്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ഫ്യൂസ് ബ്ലോ അപ്പാകുകയും ചെയ്ത് ഈ 2 മോസ്ഫെറ്റും പോയി. പിന്നെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ട്രാൻസിസ്റ്റർ അതേ കണക്ക് 2 ട്രാൻസിസ്റ്ററും ഷോർട്ടാണ്, ഈ മോസ്ഫെറ്റും ഷോർട്ടായിപ്പോയി. അങ്ങനെ അത് പിന്നെ ഞാൻ ഈ ട്രാൻസിസ്റ്റർ ഇല്ലാതെ തന്നെ, മെയിൻ മോസ്ഫെറ്റ് ഇല്ലാതെ തന്നെ ഞാനിത് ഓൺ ചെയ്ത് ഈ ട്രാൻസിസ്റ്റർ 2 മാറ്റിയിട്ട് പിന്നെ ഓൺ ചെയ്തപ്പോഴത്തേക്കും അപ്പോഴും ഷോർട്ടിങ് കാണിക്കുന്നു. ഈ 2 ട്രാൻസിസ്റ്ററും ബ്ലോ അപ്പായി പോകുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ഇവിടെ വരുന്ന KA3525 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐ സി KA35, ഇതിൻ്റെ വൺ സൈഡ്, അതായത് വർക്കിംഗ് ചെയ്യാതിരിക്കുന്ന സമയത്ത് വൺ സൈഡ് ഗ്രൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിങ് വരാൻ പാടില്ല. ഇവിടെ വരുന്നത് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കണം. ഒന്ന് വോൾട്ടേജ് ഇല്ലാതിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വോൾട്ടേജ് പിന്നെ ആ ഒരു PWM അനുസരിച്ചായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ഒരു ഐ സി ഇവിടെ ഈ 3525 എന്നുള്ള ഈ PWM കൺട്രോളർ ഐ സി അതിൻ്റെ ഈ ഒരു സെക്ഷനിലോട്ട് വരുന്ന കണക്ഷൻ ഗ്രൗണ്ട് ചെയ്യണം. ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ 2 ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവായിട്ട് കണക്റ്റഡ് ആണ്, ഒന്ന് നെഗറ്റീവായിട്ട് കണക്റ്റഡ് ആണ്. ഇത് ആ PWM അനുസരിച്ച്, സ്വിച്ചിങ്ങിനനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവ് ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബേസിൽ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാലോ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാലോ അപ്പോഴേ ഈ 2 മോസ്ഫെറ്റും ഷോർട്ടായി പോകും, ഈ 2 ട്രാൻസിസ്റ്ററും ഷോർട്ടായി പോകും. അപ്പോൾ ഇവിടെ വരുന്നത് അത് യാതൊരുവിധ വോൾട്ടേജും വരാതിരിക്കുക, ഗ്രൗണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പക്ഷേ ഈ ഒരു ഐ സി ഗ്രൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മോസ്ഫെറ്റ്, ഈ ട്രാൻസിസ്റ്റർ പിന്നെ ഷോർട്ടാവുകയും ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്തിട്ട് ഈ ഒരു മോസ്ഫെറ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു 2 സെക്ഷനുമായിട്ട് അടിച്ചു പോകുന്നത്. അങ്ങനെ തന്നെ ഞാൻ ഐ സി മാറി, ഈ ട്രാൻസിസ്റ്റർ മാറി, ഈ മോസ്ഫെറ്റ് രണ്ടാമത്തെ വട്ടം ഈ മോസ്ഫെറ്റ് മാറി. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. കാര്യം ഈ ഐ സി ആയിരുന്നു നമുക്ക് ഇതിൽ മെയിനായിട്ട് പ്രശ്നം വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡയറക്റ്റാണ് കൊടുക്കുന്നത്. ഞാൻ ഡയറക്റ്റ് കൊടുത്തു, ചെക്ക് ചെയ്തു, ഓക്കെ ആണ്. അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റ് പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് മാറ്റുകയാണ്. DC വോൾട്ടേജ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്യണം, അത് പെട്ടെന്ന് ഔട്ട്പുട്ട് ഓൺ ആകത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. ഫാന് സ്പിന്നായിട്ട് ഓഫായിട്ടുണ്ട്. ഫാന് കറക്റ്റായിട്ട് സ്പിൻ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലോഡ് വരണം. അപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കിവിടെ 66.1 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പവർ സപ്ലൈയിൽ ലോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിത് ഈ ബൈക്ക് സ്കൂട്ടറിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു 1 മിനിറ്റിനുള്ളിൽ ഓഫായിട്ട് പിന്നെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് റിട്ടേൺ ഓൺ ആവും. ഇതേ കണക്ക് ഒരു 3 സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം ഇത് പെർമനൻ്റായിട്ട് ഓഫാവും. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് ഓണായി കിടക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിഞ്ഞ് ഓഫാവുന്നതിൽ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇത് തന്നെ ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ സപ്ലൈ ഇനി ഇതേ കണക്ക് കസ്റ്റമറിന് കൊടുക്കാം. പിന്നെ ഇനി വരുന്നത് ഇപ്പോൾ അത് ഓഫായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ സൈക്കിൾ. ഇനി അത് ഓണാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.